ജ്യോതിഷ ദർശനത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്കെല്ലാം തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂയം നക്ഷത്രം നക്ഷത്ര സമൂഹത്തിലെ തന്നെ ഏറ്റവും വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം. ബൃഹസ്പതിയാണ് അതിൻ്റെ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയാണ് ദേവതയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ദൈവഗണം തന്നെയാണ്. അപ്പോൾ ദൈവഗണ നക്ഷത്രങ്ങളിൽപ്പെട്ടതാണ് പൂയം നക്ഷത്രം. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ സ്വരൂപം തന്നെ ഒരു വാൽക്കണ്ണാടി പോലെയാണ്. ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കർക്കിടക കൂറിൽപ്പെട്ടവരാണ്. ഏകദേശം ഒരു കണക്കനുസരിച്ച് ഒരു 9.5 വയസ്സ് വരെയൊക്കെ ശനിദശയിലാണ് ജനിക്കുന്നത്. ആ ശനിദശയ്ക്ക് ശേഷം പിന്നീട് ബുധദശ, അങ്ങനെ ക്രമേണ ദശാകാലങ്ങൾ വരുമെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടല്ല, ഒരു പൊങ്ങിയും താന്നുമായിട്ടാണ് അതിൻ്റെ ആ ഒരു ഉയർച്ച താഴ്ചകൾ ജീവിതത്തിലെ പുരോഗതിയുണ്ട്. വളരെ സന്തോഷവാന്മാരായിരിക്കുന്ന ആളുകളാണ് ഈ പൂയ നക്ഷത്രക്കാർ. ഈ മനസ്സിലൊന്നും വെച്ചുകൊണ്ട്, എന്നാൽ ബുദ്ധി വൈഭവത്തിൽ ഇവരെക്കാൾ വലിയ ബുദ്ധിയുള്ളവരില്ല. നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ രാജാവിന് വരെ, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് വരെ ഇവർ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും, പക്ഷേ സ്വന്തം കാര്യത്തിൽ വളരെ മണ്ടരാണ്. അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോൾ ഈ പൂയ നക്ഷത്രക്കാർ കളികളിൽ, കായികമായിരിക്കുന്ന വിനോദങ്ങളിൽ, കലാപരമായിരിക്കുന്ന കാര്യങ്ങളിൽ, എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ, സൃഷ്ടിയാത്മകമായ കാര്യങ്ങൾ, കലാപരമായിരിക്കുന്ന ബിരുദുകൾ, ഇതിനൊക്കെ വളരെയധികം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. പക്ഷേ ഇവർക്കൊരു എന്താ പറയണ്ട, ഒരു അപകർഷത, ഒരു നാണം കൂടി പൊതുവായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ ഇടയിലൊരു എന്താ പറയേണ്ടത്, ഇങ്ങനെ ഉൾവലിയുന്നൊരു സ്വഭാവമുണ്ട്. ഒരു അപകർഷതാബോധവും ഒരു നാണം ഗുണങ്ങളും ഒക്കെ അല്പം കൂടുതലായിട്ട് വരും. എന്നാൽ ഈ നിഗൂഢ ശാസ്ത്രങ്ങളിൽ, അതായത് രഹസ്യമായ കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു കാര്യം അറിയരുത് എന്ന് പറയുമ്പോൾ അതിനൊരു നിഗൂഢതയാണ്. അങ്ങനെ രഹസ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ആ രഹസ്യമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം രഹസ്യാന്വേഷണ ഏജൻസികളിൽ ജോലി കിട്ടാം. CBIയിലോ അല്ലെങ്കിൽ പോലീസിലോ അല്ലെങ്കിൽ റോയിലോ അതുപോലെയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഗവേഷണ തൽപരതയുള്ള ISRO പോലെയുള്ളത്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റായിട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ പൂയ നക്ഷത്രക്കാർ വളരെയധികം നന്നായി ശോഭിക്കും. ധനധാന്യാദി ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും എല്ലാം ക്രമേണ തന്നെ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നക്ഷത്രത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു ഏറ്റവും ദീർഘമേറിയ ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു പ്രത്യേകത, സുഖഭോഗങ്ങളിൽ വളരെ താല്പര്യമായിരിക്കും. നമ്മൾ 2 തരം ആൾക്കാരുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഭൗതികമായ വിഷയങ്ങൾ, ഇത് തികച്ചും ഭൗതികമാണ്. എല്ലാ തരത്തിലുള്ള ആഡംബര പ്രിയത്വവും കലാ ആസ്വാദനവും സൗന്ദര്യ ആരാധനയും അതുപോലെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം തനിക്ക് വേണം എന്നാഗ്രഹിക്കുന്ന ഒരു നക്ഷത്രവും കൂടിയാണ് പൂയ നക്ഷത്രം. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ, ഇവരുടെ ഒരു ജീവിതാന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ഫിലോസഫിക്കലായിട്ടും വളരെ സ്പിരിച്വലായിട്ടും ഒക്കെ മാറിയിട്ടുള്ള ചില വലിയ സന്യാസിമാരുടെ നക്ഷത്രം തന്നെ പൂയ നക്ഷത്രമാണ്. ഈ ഒരു കുഴപ്പമുണ്ട് ഈ നക്ഷത്രത്തിന്, ഒരു സ്ഥിരത കാണിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 10 ദിവസം ഒരു കട്ടിൽ എടുത്ത് ഒരു റൂമിൽ തെക്ക് വടക്കായിട്ടാണ് ഇടുന്നതെങ്കിൽ 11ാമത്തെ ദിവസം അതെടുത്ത് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇടും. എന്ന് വെച്ചാൽ ഇവരുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും, സ്വഭാവത്തിന് തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താം, ചിലപ്പോൾ സൗഹാർദ്ദങ്ങൾക്ക് മാറ്റം, ചിലപ്പോൾ ബന്ധങ്ങൾക്ക് തന്നെ മാറ്റം വരുത്താം. അങ്ങനെയൊക്കെയുള്ള ചില പ്രകൃതങ്ങളുള്ള നക്ഷത്രമാണ് ഈ പൂയ നക്ഷത്രം. ഇവർക്ക് മദ്യപാനാസക്തി ഉണ്ടായാൽ അതിൽ നിന്ന് മോചിക്കാൻ പാടാണ്. അതുപോലെ തന്നെ സ്ത്രീശക്തി ഉണ്ടായാൽ, സ്ത്രീ മൂലം ഹേതുവുമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇവർക്കുണ്ടാകാം. വിദേശ ഭാഗ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിലും 2026, അതായത് ഈ ഒരു വർഷം പൂയ നക്ഷത്രത്തിന് എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിച്ചാൽ, ചാരവശാൽ വ്യാഴം അനിഷ്ടസ്ഥാനത്താണ്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങൾ, സമ്പത്തിൻ്റെ കാരകത്വമുണ്ട്, സുഖത്തിൻ്റെ കാരകത്വമുണ്ട്, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ബുദ്ധിയുടെ കാരകത്വം ഒക്കെയുള്ള ഗ്രഹമാണ് ആ വ്യാഴം 12 വിഷ്ണു ക്ഷേത്രങ്ങളിൽ തന്നെ ദർശനം എടുക്കണം. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ഉണ്ട്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയെങ്കിലും പോകാൻ പറ്റില്ല, തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയാലും മതി. അവിടെ പുരുഷ സൂക്തം കൊണ്ട് അർച്ചന നടത്താം, നെയ്വിളക്ക് തെളിയിക്കാം, അല്ലെങ്കിൽ പാൽപ്പായസമോ ത്രിമധുരമോ വഴിപാടായി കഴിക്കാം, സഹസ്രനാമങ്ങൾ ചൊല്ലാം, ഭഗവാന്റെ കീർത്തനങ്ങളടങ്ങിയ ഭാഗവതം പോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കാം. വിഷ്ണു ക്ഷേത്ര ദർശനം പ്രധാനമായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അഷ്ടമത്തിലെ രാഹു,
അഷ്ടമത്തിലെ രാഹു എന്ന് പറയുമ്പോൾ ഇടവിട്ട് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കും. അതിന് സർപ്പസ്ഥാനങ്ങളായി ഇപ്പോൾ മണ്ണാർശാല ക്ഷേത്രമുണ്ട്. വളരെ പ്രമുഖമായിരിക്കുന്ന ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം, വെട്ടിക്കോട്ട് ക്ഷേത്രം, പാമ്പുമേക്കാവ് ക്ഷേത്രം, അതുപോലെ ആമയുടെ ക്ഷേത്രം. ഇതുപോലുള്ള സർപ്പസ്ഥാനങ്ങൾ ഇതൊന്നും അല്ലെങ്കിലും തൊട്ടടുത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെ ക്ഷേത്രത്തിൽ സർപ്പ പ്രതിഷ്ഠയോ ഉണ്ടെങ്കിൽ അവിടെ പോയി ആചരണങ്ങൾ നടത്തുക, പുരസ്സരമായിരിക്കുന്ന പ്രാർത്ഥന ചെയ്യുക, സമർപ്പണത്തോടുള്ള വഴിപാടുകൾ ചെയ്യുക. ഇതൊക്കെ കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ജനസേവന രംഗം, സേവന തൽപരതയുള്ള എല്ലാ രംഗങ്ങളിലും വിജയിക്കും. ബാങ്കിങ് മേഖലകളിലൊക്കെ തൊഴിൽപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് രോഗശമനത്തിനിടയാക്കുന്ന ഒരു സമയമാണ്. ഇന്ദ്രനീലമാണ് ഭാഗ്യരത്നം. അതുപോലെ തന്നെ കറുപ്പ്, നീല നിറങ്ങൾ ഭാഗ്യവർണ്ണങ്ങളാണ്. എന്തായാലും പൂയം നക്ഷത്രം ഒരു മൊത്തത്തിൽ ചിന്തിക്കുമ്പം ഒരു നല്ല നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഗുണകരമായ അനുഭവങ്ങൾ കൂടുതലും ദോഷകരമായിരിക്കുന്ന അനുഭവങ്ങൾ കുറവുമായിരിക്കും. കൂടുതലായി ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല പുരോഗതിക്കും നന്മയ്ക്കും ഇടയാകുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.